ഇരിക്കുക. പിന്നെയോ പദ്യരൂപത്തിൽ തന്നെ പാരായണം ചെയ്യുക, പദ്യമായിട്ട് തന്നെ പാടണം. ആറാമത്തെ നിബന്ധന എന്താണ്? മനപ്പാഠമുണ്ടാകണം. അപ്പൊ അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം, തെറ്റുകൂടാതെ ഓതണം, ഹിഫ്ളുണ്ടാകണം. അങ്ങനെ ഈ കവിത ഹിഫ്ളാക്കണം. അർത്ഥം തെറ്റാൻ പാടില്ല, അർത്ഥം മനസ്സിലാക്കാതെ പാരായണം ചെയ്തുകൂടാ. ഉളുവോടെ ഖിബിലാക്ക് നേരെ തിരിഞ്ഞിരുന്ന് ഒരു തെറ്റുമില്ലാതെ അങ്ങനെ ഇത് പാരായണം ചെയ്യണം എന്ന് പറഞ്ഞ് അത്ര വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ ബുറുദ എന്ന് പറയുന്ന പദ്യത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് മദ്ഹാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് കേട്ടോളൂ. മാസാമനി ദഹ്റു ലൈമൻ വസ്തജർതു ബിഹി ഇല്ലാ വനിൽ തുജിവാ റമ്മിൻഹു ലം യുളമീ. കാലം എന്നെ കഷ്ടപ്പെടുത്തുകയും നബിതങ്ങളോട് രക്ഷ തേടുകയും ചെയ്തപ്പോഴെല്ലാം നിസ്സാരമല്ലാത്ത രക്ഷ എനിക്ക് തങ്ങളിൽ നിന്ന് ലഭിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ബുറുദ ആസ്വാദന സദസ്സുകാർ പറയുന്നത്? ബുറുദ ചൊല്ലുന്ന ആളുകൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ബുറുദയുണ്ടാക്കിയ ബൂസിരി എന്ന് പറയുന്ന മനുഷ്യൻ എന്താ പറയുന്നത്? എനിക്ക് കഷ്ടപ്പാടുണ്ടായപ്പോഴൊക്കെ ഞാൻ നബി തങ്ങളോട് രക്ഷ തേടിയിട്ടുണ്ട്. മനസ്സിലാക്കണം, എനിക്ക് കഷ്ടപ്പാട് ഉണ്ടായപ്പോഴൊക്കെ ഞാൻ നബി തങ്ങളോട് രക്ഷ തേടിയിട്ടുണ്ട്. അങ്ങനെ രക്ഷ തേടിയപ്പോഴെല്ലാം നിസ്സാരമല്ലാത്ത രക്ഷ എനിക്ക് തങ്ങളിൽ നിന്ന് ലഭിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ വിശദീകരണത്തിൽ കൊടുക്കുന്നു, ഇമാം ബൂസീരി നബിതങ്ങളോട് സഹായം അഭ്യർത്ഥിക്കാറുണ്ടെന്നും അങ്ങനെ സഹായം തേടിയാൽ അവിടുന്ന് അഭയവും സംരക്ഷണവും നൽകി എന്നെ അനുഗ്രഹിക്കാറുണ്ടെന്നുമാണ് വ്യക്തമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈജിപ്തിൽ ജീവിച്ച ഈ ബൂസീരി എന്ന് പറയുന്ന മനുഷ്യൻ അതാ അയാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധി ഉണ്ടാകുമ്പോ നബിതങ്ങളോടാണത്രേ സഹായം തേടാറുള്ളത്. ഇത് നബിതങ്ങൾ പഠിപ്പിച്ച പാതയാണോ? അള്ളാന്റെ റസൂൽ എന്താണ് നമ്മളോട് പറഞ്ഞത്? മുസ്ലിമേ, നിനക്ക് പ്രയാസമുണ്ടോ, നിനക്ക് പ്രതിസന്ധിയുണ്ടോ, എന്നെ വിളിച്ചോളണം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാ പറഞ്ഞത്? മറിച്ച് നിനക്ക് പ്രയാസമുണ്ടാകുമ്പോ നീ ഇങ്ങനെ പറഞ്ഞോ, അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. അല്ലാഹുവേ, എൻ്റെ റബ്ബായ അല്ലാഹ്, എൻ്റെ റബ്ബായ അല്ലാഹ് എന്ന് നീ വിളിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നിനക്ക് പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകുമ്പോ, നിന്റെ മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക أو علمته أحدا من خلقك أو أنزلته في كتابك أو استأثرت به في أحد من خلقك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي وغمي. നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു, മുസ്ലിമേ, നിനക്ക് പ്രയാസമുണ്ടാകുമ്പോ, നിനക്ക് പ്രശ്നമുണ്ടാകുമ്പോ നീ എന്തു പറയണം? നിന്റെ മനസ്സിൽ വേദനയുണ്ടോ, നിനക്ക് പ്രതിസന്ധിയുണ്ടോ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വന്നുവോ, നീ എന്നെ വിളിച്ചോ എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. അതവിടുന്ന് പഠിപ്പിച്ച പാതയുമല്ല, അവിടുന്ന് പഠിപ്പിച്ച പാതയാണ് മുസ്ലിമേ ഈ കേൾപ്പിക്കുന്നത്. നിനക്ക് പ്രയാസമുണ്ടോ, നിനക്ക് സങ്കടമുണ്ടോ, നീ പറഞ്ഞോ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ അടിമയുടെ മോനാണ്, നിന്റെ അടിയാത്തിയുടെ മോനാണ്. എന്നിലെല്ലാം തീരുമാനിക്കുന്നത് നീയാണ്, എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമാനിക്കുന്നത് നീയാണ്. എന്റെ നിയന്ത്രണം, എന്റെ കൺട്രോൾ മുഴുവൻ നിന്നിലാണ്. എന്നെ കുറിച്ച് നീ എന്ത് തീരുമാനിക്കുന്നതും
നീതിയാണ് റബ്ബേ. അല്ലാഹുവേ, നിനക്കൊരുപാട് നല്ല നല്ല പേരുകളുണ്ടല്ലോ. ആ പേരുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. ഖുർആനിനെ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ അല്ലാഹ്. എൻ്റെ ഹൃദയത്തിൽ കുടിക്കൊള്ളുന്ന ആ വേദനകൾക്ക് നീ മാറ്റം നൽകണേ അല്ലാഹ്. എൻ്റെ ഹൃദയത്തിന് നീ ഖുർആനിനെ പ്രകാശമാക്കണേ അല്ലാഹ്. എൻ്റെ ഹമ്മുകൾ നീക്കിത്തരണേ അല്ലാഹ്. എൻ്റെ മനോദുഃഖങ്ങളെ അകറ്റണേ അല്ലാഹ് എന്ന് നീ പറഞ്ഞാൽ അല്ലാഹു നിന്റെ പ്രയാസങ്ങളെ നീക്കിത്തരാതിരിക്കില്ല. പ്രതിസന്ധിയിൽ നിന്ന് റബ്ബ് നിന്നെ രക്ഷപ്പെടുത്താതിരിക്കില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ മാർഗം പിൻപറ്റിയവനാണ് ബൂസിരി എങ്കിൽ, ആ മാർഗം പിൻപറ്റിയ മുസ്ലിമാണെങ്കിൽ അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടാണോ സങ്കടം പറയേണ്ടത്? എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്തുകൾ നേരിട്ട് കണ്ട, അവിടുത്തെ കറാമത്തുകൾ നേരിട്ട് കണ്ടറിയാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അങ്ങനെ ധാരാളക്കണക്കിന് സഹാബിമാര് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം ജീവിക്കാൻ അവസരം കിട്ടിയവരല്ലേ? അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായി, എവിടെ മറമാടണം എന്ന് വരെ അവർക്കിടയിൽ തർക്കം വന്നില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് നടന്നപ്പോ അവിടുത്തെ ഖബർ എവിടെയാണ് ഒരുക്കേണ്ടത് എന്ന് വരെ സഹാബിമാർക്കിടയിൽ തർക്കം വന്നില്ലേ? കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് വരെ സഹാബിമാർക്കിടയിൽ തർക്കം വന്നില്ലേ? ആരായിരിക്കണം രാജ്യത്തിന്റെ ഖലീഫ എന്നതിൽ സഹാബത്തിനിടയിൽ തർക്കം വന്നില്ലേ? എന്തെല്ലാം കാര്യങ്ങളിൽ അവർക്ക് പ്രതിസന്ധി ഉണ്ടായി. ആ ഘട്ടത്തിൽ നേതാവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട ശരീരം അതാ ഭൂമിപ്പുറത്ത് തന്നെ കിടപ്പുണ്ടല്ലോ, ഖബറിൽ വെച്ചിട്ട് പോലുമില്ലല്ലോ. ആ ഘട്ടത്തിലെങ്കിലും അതാ ഈ ബൂസിരി പറഞ്ഞതുപോലെ മാസാമനി ദഹ്റു ലൈമൻ വസ്തജർതു ബിഹി ഇല്ലാവനിൽ തുവറബിവാ റമ്മിൻഹു ലം യുളമി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് അത് തോന്നിയിട്ടില്ലല്ലോ, ഒരു സഹാബത്തിനും അത് തോന്നിയിട്ടില്ലല്ലോ. പ്രതിസന്ധി വരുന്ന നേരത്തെ റസൂലുള്ളാഹിനോട് പറയാമല്ലോ, അവിടുത്തെ അതാ ശറഫാക്കപ്പെട്ട ഈ മയ്യത്ത് ഇവിടെയുണ്ടല്ലോ, ഖബറിൽ വെച്ചിട്ട് പോലുമില്ലല്ലോ. ഒരൊറ്റ സഹാബിയും പോയി ചോദിച്ചില്ലല്ലോ, എന്താണ് നബിയെ പരിഹാരം? അങ്ങയുടെ ഖബർ എവിടെയാ വേണ്ടത്? അങ്ങ് എങ്ങനെയാ കുളിപ്പിക്കേണ്ടത്? അങ്ങേക്ക് ശേഷം ആരാണ് ഖലീഫയാകേണ്ടത്? ഒരാളും ചോദിച്ചില്ലല്ലോ. അവർക്കൊന്നും റസൂലുള്ളാഹിനോട് മഹബത്തില്ലേ? റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിൽ വിശ്വാസമില്ലേ? കറാമത്തിൽ വിശ്വാസമില്ലേ? പ്രിയപ്പെട്ട മുസ്ലിമേ, ഇനിയും എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായി. അവിടുത്തെ ഖബർ ഒരുക്കിയത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തന്നെയല്ലേ? പ്രവാചകന്മാരെവിടെയാണോ മരിച്ചതെങ്കിൽ അവിടെയല്ലേ ഖബർ ഒരുക്കപ്പെടേണ്ടത്? ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവസാനത്തെ സമയം കഴിച്ചു കൂട്ടിയത് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിലല്ലേ, വീട്ടിലല്ലേ? അതുകൊണ്ട് അവിടെയല്ലേ റസൂലുള്ളാഹിന്റെ ഖബർ ഒരുക്കപ്പെട്ടത്. ആ ഖബറടക്കം നടന്നിട്ടും 40ഓളം കൊല്ലം, ഒന്നും രണ്ടും കൊല്ലമല്ല, 10ഉം 20ഉം വർഷമല്ല, 40ഓളം കൊല്ലം അതാ ആ ഖബറിന്റെ ഒരു വിരിക്കപ്പുറത്തായിക്കൊണ്ട് നമ്മുടെ ഉമ്മ ഒറ്റക്ക് കഴിയുന്നു. നമ്മുടെ ഉമ്മ ആയിഷ ബീവി അള്ളാന്റെ റസൂല് വഫാത്താകുന്ന നേരത്തെ ചെറുപ്പക്കാരിയായ ഉമ്മയല്ലേ, ചെറുപ്പക്കാരിയായ മഹദിയല്ലേ? അള്ളാന്റെ റസൂല് വഫാത്തായിട്ടും
40ഓളം കൊല്ലം ജീവിക്കാൻ അവസരം കിട്ടിയ ആ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാക്ക് ഈ ബൂസിരിക്ക് തോന്നാഞ്ഞതെന്തേ? എനിക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോഴൊക്കെ എന്റെ നേതാവ് റസൂലുള്ളാഹി ഈ കർട്ടന്റെ പുറത്ത് ഖബറില്ലതാ നേതാവുണ്ടല്ലോ, അവിടുത്തെ ശരീരം ജീർണിക്കുകയില്ലെന്നുറപ്പല്ലേ? അമ്പിയാക്കളുടെ ശരീരത്തെ മണ്ണ് തിന്നൂല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരവും മണ്ണ് തിന്നുന്നതല്ല. ആ ശറഫാക്കപ്പെട്ട ശരീരം ആ ഖബറിന്റെ അകത്തുണ്ടായിട്ട് പോലും ആയിഷ റളിയല്ലാഹു അൻഹാ എത്രയോ പ്രതിസന്ധി നേരിട്ട നേരത്ത്, എത്രയോ പ്രയാസം നേരിട്ട നേരത്ത് യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് ഒരിക്കലെങ്കിലും ആ 40 കൊല്ലക്കാലത്തെ ജീവിതത്തിന്റെ ഇടക്ക് വിളിച്ചിട്ടില്ല. എന്തേ? ബീവി ആയിഷക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമില്ലേ? മുഅ്ജിസത്തിൽ വിശ്വാസമില്ലേ? കറാമത്തിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടില്ലേ? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അവർക്കൊക്കെ അറിയാം ഹബീബ് പഠിപ്പിച്ച മാർഗത്തിന് വിരുദ്ധമാണത്. ഹബീബ് പഠിപ്പിച്ച മാർഗത്തിന് വിരുദ്ധമാണ് അവിടുത്തെ ഖബർ പോയി ചുംബിക്കൽ, തൊടൽ, അവിടുത്തോട് ചോദിക്കൽ. അതുകൊണ്ട് ആയിഷ ബീവി ചോദിച്ചിട്ടില്ല. മഹദിയായ ഫാത്തിമ ബീവി അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം 6 മാസക്കാലം ജീവിച്ചില്ലേ? 6 മാസക്കാലം മഹദിയായ ഫാത്തിമ ബീവി ജീവിച്ചില്ലേ? എന്റെ കരളിന്റെ കഷ്ടമാണ് മോളെ ഫാത്തിമ, സ്വർഗസ്ത്രീകളുടെ നേതാവായ ഫാത്തിമ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഉപ്പയോടൊരിക്കലെങ്കിലും സംസാരിച്ചിട്ടില്ല, ഉപ്പയെ വിളിച്ച് തേടിയിട്ടില്ല, ഉപ്പയോട് സങ്കടം പറഞ്ഞിട്ടില്ല, ഉപ്പയെ വിളിച്ചുകൊണ്ട് കരഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, അവർക്കൊക്കെ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിൽ വിശ്വാസമില്ലേ? കറാമത്തിൽ വിശ്വാസമില്ലേ? അവിടുത്തോട് സ്നേഹമില്ലേ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ അവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രയാസമുണ്ടാകുമ്പോ, പ്രതിസന്ധി ഉണ്ടാകുമ്പോ ബുർദക്കാരൻ പറയും പോലെയല്ല കാര്യം. അള്ളാന്റെ റസൂലിനോടല്ല പറയേണ്ടത്. ആ റസൂലുള്ളാഹിയുടെയും ലോകത്തിന്റെ മുഴുവനും ഖാലിഖായ റബ്ബുൽ ആലമീൻ, അവന് മരണമില്ല, അവന് ഉറക്കമില്ല, അവന് മയക്കമില്ല. ആകാശഭൂമികളെ മുഴുവനും നിയന്ത്രിച്ചിട്ടും അവന് ക്ഷീണമില്ല. അവൻ ഉന്നതനാണ്, അവൻ മഹാനാണ് എന്ന് മനസ്സിലാക്കിയ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അവൻ മാത്രമാണ് ആരാധ്യനുള്ളത്. അതുകൊണ്ട് ഫദ്ഉഹു, നിങ്ങൾ അവനെ വിളിച്ചോ, നിങ്ങൾ അവനെ വിളിക്കണേ. മുഖ്ലിസീന ലഹുദ്ദീൻ, ദീന് മുഴുവൻ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവന് ഇഖ്ലാസോടുകൂടി അവനെ മാത്രം വിളിക്കണേ. വിശുദ്ധ ഖുർആനിന്റെ ആദർശം മനസ്സിലാക്കിയ മഹദി ഫാത്തിമ, മഹദി ആയിഷ ഒരിക്കലെങ്കിലും ആ ഖബറിന്റെ സമീപത്ത് ചെന്നിട്ടോ അല്ലാതെയോ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് ആപത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി സങ്കടം തേടിയിട്ടില്ല, സങ്കടം ബോധിപ്പിച്ചിട്ടില്ല. മുസ്ലിമീങ്ങളെ, ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാമിന്റെ വിരുദ്ധമാണ് ഈ ബുർദ എന്നാ പറയുന്നത്. ഈ ബുർദക്കാരൻ പറഞ്ഞത് എന്താണ്? കാലം എന്നെ കഷ്ടപ്പെടുത്തിയപ്പോഴൊക്കെ നബിതങ്ങളോട് ഞാൻ രക്ഷ തേടിയിട്ടുണ്ട്. കാലം എന്നെ കഷ്ടപ്പെടുത്തിയപ്പോഴൊക്കെ നബിതങ്ങളോട് ഞാൻ രക്ഷ തേടിയിട്ടുണ്ട്. അത് ഇസ്ലാമല്ല, അത് നബിതങ്ങൾ പഠിപ്പിച്ച ആദർശവുമല്ല. ഇനിയും നോക്കിക്കോ, ബുർദക്കാരൻ പറയുന്നത് വലൽ തമസ്തുഗിന ദാറൈനി മിൻ യദിഹി ഇല്ലസ്തലം തുന്നദാ മിൻ ഖൈരി മുസ്തലമീ. ഇരുലോക ഐശ്വര്യങ്ങൾ നബിതങ്ങളുടെ പക്കൽ നിന്നും ഞാൻ തേടിയപ്പോഴെല്ലാം വരികളുടെ അപകടം നിങ്ങൾ മനസ്സിലാക്കിക്കോ പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ ബുർദയെ എതിർക്കുന്നു? എന്തുകൊണ്ട് ബുർദ പാടരുതെന്ന് പറയുന്നു? എന്താ ബുർദയിൽ പറയുന്നത്?
ഇരുലോക ഐശ്വര്യങ്ങൾ, അഥവാ ദുനിയാവിൽ എനിക്ക് ഐശ്വര്യം കിട്ടണം, ആഖിറത്തിൽ എനിക്ക് ഐശ്വര്യം കിട്ടണം. ആ ഐശ്വര്യങ്ങളൊക്കെ നബി തങ്ങളുടെ പക്കൽ നിന്നാണ് ഞാൻ തേടിയത്. ദുനിയാവിൽ എനിക്ക് ഐശ്വര്യം തരണം റസൂലേ, ആഖിറത്തിൽ എനിക്ക് ഐശ്വര്യം തരണം റസൂലേ എന്ന് ഞാൻ തേടിയത് അള്ളാന്റെ റസൂലിനോടാണ്. അങ്ങനെ ഞാൻ തേടിയപ്പോഴൊക്കെ ഔദാര്യവാന്മാരിൽ അതിശ്രേഷ്ഠരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഔദാര്യം എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല. തേടിയപ്പോഴൊക്കെ എനിക്ക് ദുനിയാവിലെ ഔദാര്യവും കിട്ടിയിട്ടുണ്ട്, ആഖിറത്തിലെ ഔദാര്യവും കിട്ടിയിട്ടുണ്ട്. എന്നിട്ടോ ഇതിന് തഫ്സീർ കൊടുത്തത് കേട്ടോ, ഇതിന് തഫ്സീർ കൊടുത്തത് കേട്ടോ. ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമായ നിലയിൽ ജീവിതത്തിലെ അത്യാവശ്യങ്ങൾ നിറവേറ്റി അന്തസ്സോടെ ജീവിക്കാൻ സാധിക്കുക എന്നതാണ് ഇഹലോകത്തിലെ ഐശ്വര്യം. എന്താ ഇഹലോകത്തിലെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ? ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമായ നിലയിൽ ജീവിതത്തിലെ അത്യാവശ്യങ്ങൾ നിറവേറ്റി അന്തസ്സോടെ ജീവിക്കാൻ സാധിക്കുക. അതെനിക്ക് അല്ലാഹുവിന്റെ റസൂൽ സാധിപ്പിച്ചു തന്നു, അതെനിക്ക് അല്ലാഹുവിന്റെ റസൂൽ തന്നിട്ടുണ്ട്. ഇനിയോ ആഖിറത്തിലും തന്നിട്ടുണ്ട് എന്ന് ഇപ്പൊ തന്നെ പറയാണ്. അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് പരലോകത്തിലെ ഐശ്വര്യം. പരലോകത്തിലെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് പരലോകത്തിലെ ഐശ്വര്യം. ഇനി കേട്ടോ, ഇത് രണ്ടും തനിക്ക് ലഭിച്ചിട്ടുണ്ട്, ഇത് രണ്ടും തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് കവി പറയുന്നു. അപ്പൊ മൂപ്പരിക്ക് ഉറപ്പായിട്ടുണ്ട് ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി. എനിക്ക് ആഖിറത്തിൽ സ്വർഗമാണ്, എനിക്ക് ആഖിറത്തിൽ നരകമില്ല, അതും എനിക്ക് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു എന്നതാ ബുർദക്കാരൻ പറയുന്നു. നിങ്ങളൊന്ന് നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിലയ്ക്ക് ഈ സമുദായത്തോട് പഠിപ്പിച്ചിട്ടുണ്ടോ? അവിടുന്ന് എപ്പോഴെങ്കിലും ആ നിലയ്ക്ക് ഈ സമുദായത്തോട് പറയാൻ പറഞ്ഞോ? എന്നിട്ടോ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ബുർദക്കാരൻ പറയുന്ന മറ്റൊരു മദ്ഹ് കേട്ടോ. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഇഹലോകവും പരലോകവും. അള്ളാന്റെ റസൂലിന്റെ ഔദാര്യമാണ് ഈ ദുനിയാവ്, അള്ളാന്റെ ഔദാര്യമാണ് ദുനിയാവെന്നാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ദുനിയാവിൽ കാണുന്ന ഔദാര്യം മുഴുവനും അള്ളാന്റെതാണ്. ബുർദക്കാരൻ പറയുന്നു, ഫഇന്ന മിൻ ജൂദിക, ഓ നബിയേ, അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ദുനിയാവും അതിലുള്ള എല്ലാം, അതുപോലെ തന്നെ പരലോകവും അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. പിന്നെ പറയുന്നതോ, ലൗഹിലുള്ള വിവരങ്ങൾ, കലമു കൊണ്ട് എഴുതപ്പെട്ട വിവരങ്ങളൊക്കെ അങ്ങയുടെ വിവരങ്ങളാണ്, വിവരങ്ങളിൽ നിന്നാണ്. അഥവാ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ട എല്ലാ വിവരങ്ങളും അതിലപ്പുറമുള്ള കാര്യങ്ങളും കലമിനെ അള്ളാഹു സൃഷ്ടിച്ചുകൊണ്ട് ആ പേന കൊണ്ട് അന്ന് മുതല്ലതാ എന്തെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവനും അള്ളാന്റെ റസൂലിന് അറിയാം എന്ന് നബി തങ്ങളെ കുറിച്ച് എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയുന്നു എന്നും ഇതിൽ പ്രശംസ പറഞ്ഞിരിക്കുന്നു. ഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഇഹലോകവും പരലോകവും. അള്ളാന്റെ റസൂലിന്റെ ഔദാര്യമാണ് ഈ ദുനിയാവ്, അള്ളാന്റെ ഔദാര്യമാണ് ദുനിയാവെന്നാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ദുനിയാവിൽ കാണുന്ന ഔദാര്യം മുഴുവനും അള്ളാന്റെതാണ്. ബുർദക്കാരൻ പറയുന്നു, ഫഇന്ന മിൻ ജൂദിക, ഓ നബിയേ, അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ദുനിയാവും അതിലുള്ള എല്ലാം, അതുപോലെ തന്നെ പരലോകവും അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. പിന്നെ പറയുന്നതോ, ലൗഹിലുള്ള വിവരങ്ങൾ, കലമു കൊണ്ട് എഴുതപ്പെട്ട വിവരങ്ങളൊക്കെ അങ്ങയുടെ വിവരങ്ങളാണ്, വിവരങ്ങളിൽ നിന്നാണ്. അഥവാ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ട എല്ലാ വിവരങ്ങളും അതിലപ്പുറമുള്ള കാര്യങ്ങളും കലമിനെ അള്ളാഹു സൃഷ്ടിച്ചുകൊണ്ട് ആ പേന കൊണ്ട് അന്ന് മുതല്ലതാ എന്തെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവനും അള്ളാന്റെ റസൂലിന് അറിയാം എന്ന് നബി തങ്ങളെ